ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റേ എന്നിട്ട് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണേ. എഴുന്നേറ്റ് വന്ന് റെഡിയായിട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് 10 ആയി. വാൻകൂവറിലെ എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണ് ഇത്. നമ്മുടെ ആംബിയൻസും അവരുടെ ആ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു അവിടെ ഇരുന്ന് സമയമെടുത്ത് കഴിക്കാനായിട്ട് തോന്നി. ഈ ലാറ്റയൊക്കെ കണ്ടു, എന്ത് ബ്യൂട്ടിഫുള്ളാണ് അല്ലേ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഫുഡാണ് എഗ്സ് ബെനഡിക്റ്റ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു പോർക്ക് ബെല്ലിയും കൂടി ഓർഡർ ചെയ്തേ. ഇവിടുത്തെ പോർക്ക് ബെല്ലിക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണേ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോകുന്നത് ഫെറി എടുക്കാനായിട്ടാണ്. നമ്മുടെ BC ഫെറിയാണ് ഇത്. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സംഭവമാണ് ഇങ്ങനെ കാറ് ഡ്രൈവ് ചെയ്ത് ഈ ഫെറിക്കകത്തോട്ട് കയറ്റുന്നത്. കാരണം നമുക്കൊത്തിരി സ്പേസ് ഇല്ല അവിടെ. ഈ കാറുകളെല്ലാം നല്ല ഓർഗനൈസ് ചെയ്തിട്ടാണ് അവർ കയറ്റുന്നത്. എങ്കിലും നമുക്ക് ആ ഒരു നാരോ സ്പേസ് ആകുമ്പോഴത്തേനും എനിക്ക് അതിൻ്റെ പേടിയുണ്ട്. ഇനി ഇങ്ങനെ ഒരു ഫെറിയിലാണ് കേട്ടോ നമ്മളും പോകുന്നത്. നമ്മൾ ആ കയറിയ റാമ്പിൽ കൂടെ വന്ന കാരണം എനിക്ക് എൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു ഫെറിയാണ്. ഈ ഫെറിക്ക് ഐ തിങ്ക് 4 ഡെക്സ് 4 ഡെക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 4 ഫ്ലോർ നമുക്കിങ്ങനെ കയറി പൊക്കത്തിൽ വരാവേ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഇത്. മഴയൊന്നുമില്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരു 1.5 hours നിൽക്കാവേ. 1.5 hours നമ്മുടെ ഇന്നത്തെ ഫെറിയുടെ ഡ്യൂറേഷൻ. ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കിയാൽ നേച്ചറൊക്കെ ഒന്ന് ടേക്കിങ് ചെയ്യാനായിട്ട് ഒത്തിരി നല്ലൊരു ഏരിയ ആണ് ഇത്. ഇവിടെ കുഞ്ഞു കുഞ്ഞു ഐലൻഡ്സൊക്കെ നമ്മൾ പാസ് ചെയ്യും. പിന്നെ നമുക്ക് ഈ മൗണ്ടൻസും അങ്ങനെ ദൂരെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ കൂടെ വെയിൽ വാച്ചിങ്ങും ഉണ്ട് കേട്ടോ. ചിലപ്പം നമുക്ക് വെയിൽസിനെയും കാണാം. പക്ഷേ ഈ ട്രിപ്പിൽ ഞാൻ വെയിൽസിനെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ താഴെയുള്ളൊരു ക്യാഫറ്റീരിയയിൽ പോയിട്ട് അവിടെ പോയിരുന്നൊരു കോഫി മേടിച്ച്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ സ്ഥലമില്ലേ അവിടെ നിന്ന് ക്രിസോൺ മേടിച്ചായിരുന്നു. സോ അതുകൂടെ കൂട്ടി ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിച്ചിട്ട് തിരിച്ച് ഞാൻ മുകളിൽ വന്നതാണ്. ഓൾമോസ്റ്റ് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ എത്താറായി. അവിടെ എത്താറാകുമ്പോഴത്തേനും നമുക്കിങ്ങനെ കുഞ്ഞ് ഐലൻഡ്സൊക്കെ കാണാം. ചില ഐലൻഡ്സിലൊക്കെ നമുക്കൊരു വീടൊക്കെ കാണാവേ. എനിക്ക് തോന്നുന്ന ക്യാമ്പിങ്ങിൻ്റെ ഏരിയ ആയിരിക്കും, അല്ലെ കോട്ടേജസ് ഒക്കെ ഇല്ലേ അതൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് ലക്ഷറി കോട്ടേജസ് ഒക്കെയാണ്. നല്ല പൈസ വേണം, അല്ലെങ്കിൽ ബോട്ടും ഹെലികോപ്റ്ററും ഒക്കെ വേണം ഇവിടെ ലാൻഡ് ചെയ്യണമെങ്കിൽ. എനിവേ നമ്മളപ്പോൾ ഫെറിയൊക്കെ എടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.